എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ടൽ, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ടൽ. ആ പണി എടുക്കണമെങ്കിൽ CPM പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. പോകുന്നവര് ഹോട്ടൽ മുറിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടൽ മുറിയിലോട്ട് വരാനുള്ളവരാ ഇവരെന്താ പെട്ടി കൊണ്ടുപോകുന്നത്? നമ്മൾ ഫോൺ കയ്യിലെടുക്കും, ഗൂഗിൾ പേ ഇല്ലാന്നുണ്ടെങ്കിൽ പൈസയും കയ്യിലെടുക്കും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും എടുക്കും, വണ്ടിക്ക് പോകുന്ന കുട പോലും വേണ്ട. അപ്പോൾ വേറെ ഒന്നും എടുക്കത്തില്ല. അങ്ങനെയല്ല എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ പെട്ടി കൊണ്ടുപോയി തന്നെ ഇവരെന്താണെന്ന് വെച്ചാൽ ഈ പെട്ടി കൊണ്ടുപോകും. അപ്പോൾ അവരവിടെ ചെക്ക് ചെയ്യും. ഇവരെന്താണെന്ന് പറയുക, ഈ പെട്ടി കൊണ്ടുപോകുമ്പോൾ ഇത് തുറക്കുന്നവര് അവർ തന്നെ അതെല്ലാം റെക്കോർഡ് ചെയ്തു. എത്ര വൃത്തികെട്ട വർത്താനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നീ അങ്ങ് ഉണ്ടാക്കണ്ട. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്റെ പ്രായത്തെ പോലും പിന്നെ നിനക്കുള്ള പാരിതോഷികം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പൊട്ടിമുളച്ചതല്ല, അവൻ ഇന്നലെ പൊട്ടിമുളച്ചതല്ലായിരിക്കും, പക്ഷെ അവൻ മിനിഞ്ഞാന്ന് പൊട്ടിമുളച്ചതാണ്. ഈ അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കുന്നു പറയുന്ന സാധനം പറഞ്ഞ പോലെ തന്നെ അർദ്ധരാത്രി പെട്ടി പിടിക്കുന്ന മാറും. ഇതുകൊണ്ട് അഹങ്കാരം നിർത്തുന്നത്. എന്തായിരുന്നാലും അവര് ഊതി വീർപ്പിച്ച ബലൂണാണെന്നുള്ളത് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം BGM ഒക്കെ ഇട്ടിട്ട് ഇതങ്ങ് ഇറക്കാമെന്നാണ് കരുതിയത്.